പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടണമെങ്കിൽ നാം ചെയ്യേണ്ടതായ 30ാമത്തെ കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അതിനാധാരമായി 2 തിമോഥെയോസ് ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ വായിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. അപ്പോൾ പൗലോസ് പറയാണ്, ഞാൻ നല്ലപോർ പൊരുതു, പിന്നെ എന്താണ്, ഓട്ടം തികച്ചു, പിന്നെ വിശ്വാസം കാത്തു. 3 കാര്യങ്ങളാണ്. ഇതിലെ നല്ലപോർ പൊരുത കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തതാണ്. അപ്പൊ ഇവിടെ രണ്ടാമതായി പറയാണ് ഓട്ടം തികച്ചു. അപ്പോൾ നമ്മൾ ഒരു ഓട്ടക്കളത്തിലാണ് ആയിരിക്കുന്നത്. അപ്പൊ അവർക്ക് നീതിയുടെ കിരീടം ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവർ ഈ ഓട്ടം തികക്കണം. ഓട്ടക്കളത്തിൽ ഓടിയാൽ മാത്രം പോരാ, അത് തികച്ചാൽ മാത്രമേ പൗലോസിനെ പോലെ നീതിയുടെ കിരീടം എപ്പോഴാണ് കിട്ടുന്നത്? കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുമ്പോഴാണ് നീതിയുടെ കിരീടം കിട്ടുന്നത്. അപ്പോൾ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഓട്ടം തികക്കണം. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനം 9-24 വാക്യം പറയുന്നു. ഇങ്ങനെയാണ് 1 കൊരിന്ത്യർ ലേഖനം 9-24 വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു എങ്കിലും ഒരുവനെ ബിരുദു പ്രാപിക്കുന്നുള്ളൂ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. അപ്പൊ ഓട്ടക്കളത്തില് ഓടുന്നവർ അനേകരുണ്ട്. പക്ഷെ ഒരുത്തൻ മാത്രമേ ബിരുദു പ്രാപിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഫസ്റ്റ് ഒരുത്തന് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മളോടും പറയുകയാണ്, നമ്മളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടണം. ഇപ്പോൾ ഈ ഓട്ടം ഓടുന്നവര് അവരുടെ പുറത്ത് അനേകം അല്ലെങ്കിൽ വെയിറ്റ് വെച്ചുകൊണ്ട് ഒരിക്കലും അവർ ഓടാറില്ല. അല്ലെങ്കിൽ ഓട്ടം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫിനിഷ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാപിക്കാൻ തക്കവണ്ണം ഓടണം. അതുകൊണ്ട് തന്നെ എബ്രായ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. നമ്മുടെ ഓട്ടത്തെ തടയുന്നത് എന്താണ്? ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടുക. അപ്പൊ നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടണമെങ്കിൽ 2 കാര്യങ്ങൾ നമ്മൾ മാറ്റണം. 1, സകല ഭാരവും. 2, മുറുകെ പറ്റുന്ന പാപവും വിട്ടാൽ മാത്രമേ ഈ ഓട്ടക്കളത്തിൽ നമുക്ക് ഓട്ടം ഓടി പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. അല്ലെ, ഈ ഓട്ടക്കാരൊക്കെ നേർത്ത ഡ്രസ്സ് മാത്രമേ ധരിക്കുകയുള്ളൂ. കാരണം അവർക്ക് മാത്രമേ ഓടി എത്താൻ കഴിയുള്ളൂ. ഇതേപോലെ പാപം വിടണം, മുറുകെ പറ്റുന്ന പാപവും സകല ഭാരവും